നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. പഠനത്തിനിടയിൽ വിനോദം, വിനോദത്തിൽ അല്പം കാര്യം. എല്ലാ കൂട്ടുകാർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാനന ഛായയിലൂടെ കുസൃതി കിലുക്കങ്ങളുമായി ഇതാ നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. ഇന്നത്തെ ക്ലാസ് നന്നായി. നമ്മുടെ വമ്മസാറ് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും ലയിച്ചിരുന്നു പോകും. ആട്ടെ, എന്താ പപ്പീസിന്റെ അഭിപ്രായം? എനിക്കൊന്നും അണ്ടർസ്റ്റാൻഡ് ആയില്ല. സോ സാറ് പറയുന്നതിൽ അത്ര രസമൊന്നും എനിക്ക് തോന്നിയില്ല. എന്റെ പപ്പീസേ, കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് എന്താ നിനക്ക് ഇത്ര അത് ക്ഷീണം? ഞാൻ ഏർലി മോർണിംഗ് എണീക്കാൻ നേരം വൈകും. പിന്നെ കുളിച്ച് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ടൈം ഈസ് വെരി ലേറ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല. വെറുതെ അല്ല പപ്പീസ് ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോകുന്നത്. കഴിഞ്ഞ ദിവസം വമ്മസാറ് വിളിച്ച് എന്താ പറയുന്നത് കേട്ടല്ലോ? ഓ, അത് മൺഡേ ഉച്ചയ്ക്ക് ഞാൻ ക്ലാസ്സിലിരുന്നൊന്ന് മയങ്ങി. ഉച്ച കഴിഞ്ഞ് PT പീരീഡിന് ഞാൻ സ്പോർട്സിലൊന്നും പങ്കെടുത്തില്ല. അതാ സാറ് ചോദിച്ചത്. പപ്പീസ് എന്താ ഇങ്ങനെയായി പോകുന്നത്? നിനക്ക് മറ്റുള്ളവരെ പോലെ കൃത്യസമയത്ത് ക്ലാസ്സിൽ വന്ന് നല്ലതുപോലെ പഠിച്ച് വളർന്ന് വലുതായി കൂടെ? ഞാൻ വളർന്ന് വലുതായി ശക്തിമാനായി മാറും. ഈ കാർട്ടൂണുകളിലൊക്കെ കാണുന്നത് പോലെ എല്ലാവരെയും ഇടിച്ച് പപ്പടം പരുവാക്കും. സ്പോർട്സിലൊന്നും പങ്കെടുക്കാതെ ഓടിച്ചാടി കളിക്കാതെ നീ എങ്ങനെയാ വലിയ ശക്തിയുള്ളവനായി മാറുന്നത്? അതിനൊരു സൂത്രം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കവലയിൽ വെച്ചിരിക്കുന്ന പുതിയ പരസ്യ ബോർഡ് ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, ആ ബോർഡിന് എന്താ ഇത്ര പ്രത്യേകത? ആർക്കും ശക്തിയുള്ളവരായി മാറാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പരസ്യമാ ആ ബോർഡിലുള്ളത്. അതൊന്നും അത്ര നല്ലതായിരിക്കണമെന്നില്ല. നോ 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 നോ, ആ മരുന്ന് നല്ലത് തന്നെയാ. അല്ലെങ്കിൽ അങ്ങനെ നമ്മളെല്ലാം കാണുന്ന തരത്തിൽ അവർ അങ്ങനെ പരസ്യം വെക്കുമോ? എനിക്ക് അത്ര വിശ്വാസം പോരാ. ഞാൻ നാളെ വമ്മസാറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അയ്യോ, അത് വേണ്ട. സാറ് ചുമ്മാ അതും ഇതുമൊക്കെ പറഞ്ഞ് ആ പരിപാടി അങ്ങോട്ട് മുടക്കും. എന്ത് പരിപാടി? ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ആ ശക്തി വെക്കാനുള്ള മരുന്ന് വാങ്ങിത്തരുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടുകാരെ പേടിപ്പിച്ചിരിക്കുകയാ. വെറുതെ അല്ല പപ്പീസിന് ഇത്ര ക്ഷീണം. മോട്ട് നോക്കിക്കോ, ഞാൻ ആ മരുന്ന് കഴിച്ച് നമ്മുടെ സ്കൂളിൽ ഏറ്റവും ശക്തനായി മാറും. എന്നിട്ടെല്ലാരും പപ്പടം പോലെ പരുവമാക്കും. ആ, എന്തായാലും കൊള്ളാം. നീ വേഗം നടക്ക്. എന്നാലേ ഞാൻ പോവാ. നമുക്ക് നാളെ കാണാം. ശരി. അല്ല, പപ്പീസിന്റെ വീട്ടിൽ നിന്നല്ല ഭക്ഷണം കഴിക്കാത്തത്. എന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വാ, എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആര് പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ലെന്ന്? ഹോട്ടലിൽ കയറി വയറ് നിറച്ച് ഞാൻ കഴിക്കുന്നുണ്ട്. അമ്പഴ, അത് കൊള്ളാം. എന്നാ ഞാൻ എന്റെ കാര്യം നോക്കി പോവാ. എന്താ പപ്പീസിന്റെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഓവറേറ്റിനറിയോ, 3 ദിവസമായി എന്റെ മോൻ ഭക്ഷണം കഴിച്ചിട്ട്. അവൻ ഉണ്ണാവൃതം കിടത്തിയ. എന്നിട്ടും നിങ്ങൾ ആ മരുന്ന് പപ്പീസിന് വാങ്ങി കൊടുക്കില്ല അല്ലേ? എന്റെ കോവറേട്ടാ, അത് മരുന്നാണെന്ന് ആരാ പറഞ്ഞത്? ഒരാഴ്ചയായി നമ്മുടെ കവലയിൽ ഏതോ ഒരുത്തൻ ഒരു പരസ്യബോർഡ് കൊണ്ടുവച്ചു. അത് കണ്ടതിന് ശേഷമാ അവൻ ഈ വാശി പിടിക്കുന്നത്. എന്തായാലും ഒരേ ഒരു മോനല്ലേ. ഈ വട്ടം പപ്പീസിന് ശക്തി ഉണ്ടാവണ ആ കൂട്ടം വാങ്ങിക്കൊടുക്ക്. ഇപ്രാവശ്യം മാത്രം.
ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ അത് നല്ലതാണോ പപ്പീസ് വന്നല്ലോ. നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയതിന് സാറ് വിളിച്ചെന്നെ വഴക്ക് പറഞ്ഞു. എന്തു പറ്റി എന്റെ പൊന്നു എന്ത് മോന്? പറ്റാനാ? വയറ്റിലേക്ക് എന്തെങ്കിലും ചെന്നാലല്ലേ വിശക്കാതെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ദേ, മോൻ പട്ടിണി കിടന്ന് ചാകാറായി. നിങ്ങൾ ഇങ്ങനെ കുന്തം വിഴുകിയിരുന്നോ? കുട്ടികൾ വാശി പിടിക്കുന്നത് സ്വാഭാവികമാ കോവറേട്ടാ. നമ്മൾ അതിനൊത്ത് തുള്ളിയാൽ ശരിയാവില്ലെന്ന് അറിഞ്ഞുകൂടെ? മറ്റു കുട്ടികൾ ഓട്ടത്തിലും ചാട്ടത്തിലും എല്ലാം വിജയിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാ. എന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്താ? ശക്തി ലഭിക്കാൻ ഒരു മരുന്ന്, അതുമാത്രമാണ് ഞാൻ ചോദിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ഒരാൾ കൂടി എല്ലാവരെയും തോൽപ്പിക്കാൻ സാധിക്കില്ല. അതിന് നിരന്തര പരിശ്രമം ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് പഠന കാര്യത്തിലും. ഏതെങ്കിലും പരസ്യങ്ങളിൽ കാണുന്ന പൊടിയോ ലേഹ്യമോ മരുന്നോ വാങ്ങിക്കഴിച്ച് ഇതുവരെ ആരും ഫസ്റ്റ് റാങ്ക് ആയിട്ടില്ല. ഓ ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വാങ്ങി തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഓ, ദേ, പപ്പീസ് ഇങ്ങനെ പട്ടിണി കിടന്നല്ല അവനെന്തേലും കുഴപ്പം വരും കേട്ടോ. അവ ഹോട്ടലിൽ പോയി ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആഹാ. ഞാൻ ഇന്നലെ കവലയിൽ പോയപ്പോൾ അവനിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ എന്തായാലും കവലയിൽ പോകുമ്പോ ആ മരുന്നിനെ പറ്റി അന്വേഷിക്കാം. എന്തായാലും ഇവിടേക്കുള്ള ജൈവവളം വാങ്ങാൻ കവലയിൽ പോകേണ്ടതുണ്ട്. വിലയൊക്കെ ഞാൻ പറയാം. തുച്ഛമായ വിലയേ ഉള്ളൂ. ഒരു കുപ്പിക്ക് വെറും 350 രൂപ. ഓ, ശരി, വളം വാങ്ങി ബാക്കി കാശിന് ഞാനൊന്ന് വാങ്ങി വരാം. പക്ഷെ ഒരു കാര്യം, പപ്പീസ് ഇന്ന് മുതൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. തീർച്ചയായും ഗൗരമാവ. ഇതാ ഈ നിമിഷം മുതൽ ഞാൻ എന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. എവിടെ? വേഗം കൊണ്ടുവരൂ നാരങ്ങ വെള്ളം. ഉവ്വ്, നിന്റെ നിരാഹാരം ഞാൻ കണ്ടതാ. മനസ്സിലായില്ല? നീ ആ എരിപ്പുളി റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ഒരാളെ പോലെ 7 പേർ കാണുമെന്നല്ലേ പറയുന്നത്? അത് മറ്റാരെങ്കിലും ആകുന്നേ? എന്റെ മോനെ എത്ര ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കണ്ടാലും എനിക്ക് മനസ്സിലാവും. അതിന് എന്റെ സമരവും നിരാഹാരമല്ലായിരുന്നു, നിരന്തരമായ ആഹാരം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വിശക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുക, വീട്ടിൽ നിന്ന് കഴിക്കാതിരിക്കുക. എന്തായാലും അമ്മയും മോനും വേഗം പഞ്ചായത്താവ്. വളം വാങ്ങി വന്നിട്ട് വേണം പറമ്പിലെ പണി ബാക്കി തീർക്കാൻ. ഞാൻ പോകട്ടെ. സമരം എങ്ങനെയായാലും ആവശ്യം നേടിയെടുത്താൽ പോരെ. ഇപ്പോൾ ശക്തി മരുന്ന് വാങ്ങി തരാതെ നിങ്ങൾ സമ്മതിച്ചില്ലേ? ദേടിയെടുത്ത് ശക്തി മരുന്ന്, ദേടിയെടുത്ത് ശക്തി മരുന്ന്, ശക്തി മരുന്ന്. ഓ, അതെ അതെ അതെ, സൂത്രൻ കുറുക്കൻ കമ്പനി ലിമിറ്റഡ്. ആ അതെ, MD ആണ് സംസാരിക്കുന്നത്. ഓ, ചൈനയിലേക്കും അമേരിക്കയിലേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ മരുന്ന് കയറ്റി അയക്കുന്നുണ്ട്. ലോകത്തിലുള്ള 108 തരം ഫലവർഗ്ഗങ്ങളുടെ നീരിടിച്ച് പിഴിഞ്ഞ് പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് വെയിലത്ത് വെച്ചുണക്കി വീണ്ടും തിളപ്പിച്ച് 10 തലമുറകളായി കൈമാറി വരുന്ന രഹസ്യ ചേരുവയും ചേർത്ത് ഞങ്ങൾ വീട്ടുകാർ മാത്രം കഴിച്ചിരുന്നതാണ് ഈ മരുന്ന്. ഞാൻ ഈ മരുന്ന് വിപണിയിലേക്ക് ഇറക്കി. അത്രയുള്ളൂ കാലഘട്ടം മാറിയതുകൊണ്ട്. തലമുറകളായി കൈമാറി വന്നിരുന്ന അറിവ് ഞാൻ ലോകത്തിലെ എല്ലാവർക്കുമായി പകർന്നു നൽകുന്നു. ഓ, ഞാൻ അധികം പരസ്യമൊന്നും ചെയ്തിട്ടില്ല. 1-2 കവലയിൽ ചെറിയ ബോർഡ് വെച്ചു, അത്രമാത്രം. ഓ ശരി ശരി, 100 ബോട്ടിൽ ഞാൻ കൊടുത്തു വിടാം. അതിന് ക്യാഷും ഉടനടി അയച്ചേക്കണേ. ഓ ഓക്കെ. ഓ ശരി, ഓക്കെ. കൊള്ളാം. ഓ വരൂ വരൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങളെ വടക്കേ കവലയിൽ വെച്ചിരിക്കുന്ന പരസ്യം കണ്ട് വന്നതാ, ശക്തി മരുന്ന് വാങ്ങിക്കാനായി. അല്ല, ഈ ശക്തി മരുന്നിൽ എന്തെല്ലാം ചേർത്തിട്ടുണ്ട്? സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് ഒരു കമ്പനിക്കാരും പുറത്തു പറയാറില്ല. അത് കമ്പനിയുടെ ട്രേഡ് സീക്രട്ട് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 108 പഴവർഗ്ഗങ്ങളിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഈന്തപ്പഴം, ഓസ്ട്രേലിയൻ ആപ്പിൾ, അമേരിക്കൻ പഴങ്ങൾ, ആമസോൺ അനാർ ഇവയെല്ലാം ചേർക്കുന്നുണ്ട്. കൂടാതെ തലമുറകളായി കൈമാറി വരുന്ന ചില രഹസ്യ കൂട്ടും. അല്ല, എന്താ ഇതിന്റെ വില? വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് 600 രൂപ വിലയിട്ടാണ്. ഇത് കമ്പനിയുടെ ഷോറൂമായ നിലയ്ക്ക് ഒരു 350 രൂപ തന്നാ മതി. അല്ല, ഇത് കഴിച്ചാ ശക്തി കൂടുമോ ചേട്ടാ? ഓ പിന്നില്ലാതെ. ഒരു കുപ്പി കഴിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാർ ഒറ്റയ്ക്ക് പൊക്കിയെടുക്കാനുള്ള ആരോഗ്യം കിട്ടും. 2-3 കുപ്പി കഴിച്ചു കഴിയുമ്പോൾ ഒരു ടിപ്പർ ലോറി ഒറ്റയ്ക്ക് പൊക്കിയെടുക്കാൻ പറ്റും. കേട്ട് പഠിക്ക്. ഇത് പണ്ടേ വാങ്ങി തന്നിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു. പിന്നെ നീ മലചുവക്കാൻ പോണല്ലോ ഇതും കഴിച്ചിട്ട്. അമ്മയുടെ കാര്യം. സമയം വൈകിട്ടില്ല കേട്ടോ. ഇനിയും വാങ്ങി കഴിച്ചാൽ മതി.
പിന്നെ ഒരു കാര്യം, ഇപ്പോൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ ഒരു 100 കുപ്പിയുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. സ്റ്റോക്ക് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്നേ. ദാ ഇവിടെ ഇരിക്കുന്ന ഈ പഴങ്ങൾ തന്നെ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തതാ. സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഒരു 4 കുപ്പി എടുത്തു. കുപ്പി ഒന്നിന് 300 രൂപ കണക്കിൽ 1200 രൂപ തന്നാ മതി. അത് ഇത്തിരി കൂടുതലല്ലേ? എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ. അത് കുഴപ്പമില്ല, ബാലൻസ് അടുത്ത വട്ടം വരുമ്പോൾ തന്നാൽ മതി. എന്താ സന്തോഷമായില്ലേ? സന്തോഷായി. അടുത്ത ഞാനിത് തവണ ബാക്കി കഴിച്ച് തരാം. ശക്തിമാനായി തിരിച്ചു വരും. ഒരു 2ാം വരവ്. ദാ, ഇതുപോലിരിക്കണം കുട്ടികളായാൽ. ഈ മരുന്ന് അധികം ഉപയോഗിക്കുന്നത് കുട്ടികളാ. തെക്കമ്മലയിൽ നിന്നും സ്ഥിരമായ ആളുകൾ ഈ ശക്തി മരുന്ന് വാങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. കുറച്ചു കാലമായി ഞാൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കവലകൾ തോറും പരസ്യം ചെയ്ത ആളുകളെ പറ്റിക്കുകയല്ലേ? അയ്യോ സർ, അത് ഞാൻ പറ്റിച്ചിട്ടില്ല സർ. ഞാൻ പോകാൻ സർ. അത് പിന്നെ എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ കള്ളക്കുറുക്കൻ പഴക്കടക്കാർ ഉപയോഗിക്കാൻ പറ്റാതെ കളയുന്ന പഴങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അതെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് അതിൽ കുറച്ച് ലഹരി ചേർത്ത് വിറ്റുകൊണ്ടിരിക്കുകയാ. ഇവൻ ഈ പറയുന്ന ശക്തിയൊന്നും ഇതിനകത്തില്ല. കുട്ടികൾ ഇത് വാങ്ങിക്കുടിച്ചാൽ അവർ വീണ്ടും വീണ്ടും ഇത് വാങ്ങിക്കുടിച്ച് ഇതിന്റെ അടിമകളായി മാറുന്നു. കുട്ടികളുടെ ആരോഗ്യം ക്ഷയിച്ച് അവർ രോഗികളുമാകുന്നു. കുറച്ചു കാലമായി ഷാഡോ പോലീസ് ഇവന്റെ പുറകെയായിരുന്നു. ഇന്നാണ് ഇവനെ പിടികൂടാൻ പറ്റിയത്. ശരി. നടക്കണം പോലീസ് സ്റ്റേഷനിലേക്ക്. സാറ്, നടക്കാനല്ലേ പറഞ്ഞത്? ഈ പ്രാവശ്യത്തേക്ക് മാപ്പാകണം സാറേ, പ്ലീസ്. അല്ല, ഇതാര്? ഞാനിത് തട്ടിപ്പാണെന്ന് തോന്നിയത് കൊണ്ടാ മരുന്ന് വാങ്ങാതിരുന്നത്. എന്നാലും ഇപ്പോഴും ഉണ്ടല്ലോ ഇത്തരം തട്ടിപ്പുകൾ. കാലം എത്ര മാറിയാലും ഇത്തരം തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് പല പല പേരുകളിലായി നിങ്ങളെ തേടിയെത്തും. ആ കെണിയിൽ ഇനിയും ആരും വീണു പോകരുത്. പ്രത്യേകിച്ച് കുട്ടികൾ. ആരോഗ്യമുള്ള കുട്ടികളാണ് ഒരു നാടിന്റെ സമ്പത്ത്. അതിനായി വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അത്യാവശ്യം വ്യായാമം ഒക്കെ ചെയ്താൽ മതി. ശരി സാർ. നടക്കടാ. അവന്റെ ഒരു പരസ്യം. ശക്തിമായിരുന്നു ആരോഗ്യത്തിന് ഷോർട്ട് കട്ട്. അടിക്കടാ ഇവന്റെ പരസ്യമോട്. മാറ്റാനല്ലേ പറഞ്ഞത്? ഇവിടുത്തെ തല വെക്കടാ. തല വെക്കാനല്ലേ പറഞ്ഞത്? അത്ര മടി. തല വെക്ക്. ഇനി അങ്ങോട്ട് നടക്ക്. നാട്ടുകാരൊക്കെ കാണട്ടെ നിന്റെ ഒരു ശക്തി മരുന്ന്. ശക്തി മരുന്ന്. നടക്ക്. ബാക്കി എനിക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് വേണ്ട ഒരു ശക്തി മരുന്ന് ഞങ്ങളത് കണ്ടുപിടിക്കലെന്ന് കരുതിയോ? കുട്ടികളെ പറ്റിക്കാനായിട്ട് നടക്കും. ഇടിയുമെങ്കിൽ പപ്പീസ് പരസ്യത്തിന്റെ കിളി വീട് പോകരുത്. കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ ഏതൊരുവരും വിജയിക്കാൻ പറ്റൂ. മനസ്സിലായോ? എന്തിനും വിവേകവും ജ്ഞാനവും ഉണ്ടാകുക എന്നതാണ് പ്രധാനം. ശരിയാ. ധ്യാനവും പ്രാർത്ഥനയും മാർഗമായി സ്വീകരിക്കുമ്പോൾ ഇതെല്ലാം ലഭ്യമാകും. ശരി ഗൗരമാവ. നന്മയുടെ സന്ദേശം നൽകുന്ന കഥയ്ക്ക് ശേഷം ചിന്തയുടെ വെളിച്ചത്തിൽ ഒരു കരവിരുന്ന്. മാണിക്കച്ചിപ്പ്. വെൽക്കം ബാക്ക് ടു മാണിക്കച്ചിപ്പ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണ് നിങ്ങളുടെ മനോഭാവം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഡബിൾ ഷീറ്റ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബ്രോഡ് ഷീറ്റ് എന്ന് പറയുന്ന പേപ്പറാണ് വേണ്ടത്. ഇത് തന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെയുള്ള വലിയ പേപ്പറില്ലേ, സായാഹ്ന പത്രങ്ങളല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ പേപ്പറായിരിക്കും. അപ്പം ഈ പേപ്പർ നമുക്ക് ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്ക്വയറാക്കി മാറ്റണം. സ്ക്വയറാക്കി മാറ്റാനായിട്ട് ചെയ്യേണ്ടത്, അപ്പം ഞാനിവിടെ വെച്ചുകൊണ്ടാണ് ഇതിനെ ഫോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ കുറഞ്ഞ നീളമുള്ള ഭാഗത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നീളം കൂടിയ ഭാഗമായിട്ട് ഇങ്ങനെ ചേർത്ത് മടക്കും. നമുക്ക് സ്ക്വയർ ആകൃതിയിലുള്ള പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നിവർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ
സ്ക്വയർ പേപ്പർ കാണാൻ പറ്റും. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് മധ്യഭാഗം ഒന്ന് കണ്ടു. ഇനി ഇടത് വാക്കിനെ വലത് വാക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കുക. ഇങ്ങനെയും ഇങ്ങനെയും. ഇനി ചെയ്യേണ്ടത് 4 മൂലകളും 1 2 3 4 ഈ 4 മൂലകളെ നമ്മൾ ഈ മധ്യബിന്ദുവിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ആകൃതിയിലേക്ക് നമുക്ക് പേപ്പർ കിട്ടിയിരിക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പറെ നമ്മൾ നേരെ തിരിച്ചു വെക്കുക. അതായത് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോഴും നമുക്ക് 1 2 3 4 മൂലയുണ്ട്. ഈ 4 മൂലകളെ നമ്മൾ വീണ്ടും നടുക്കോട്ട് മടക്കാൻ പോകും. അപ്പം ഞാൻ ഒന്ന് ഉയർത്തി കാണിക്കാം. അപ്പം ഈ ഒരു ആകൃതിയിലായിരിക്കും പേപ്പറിൻ്റെ ഒരു വശമുള്ളത്. മറ്റേ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആകൃതി കണ്ടോ. അപ്പം ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ മടങ്ങിയിരിക്കുന്നില്ലേ, അത് മറുവശത്താകുന്ന പോലെ നിങ്ങൾ പിടിക്കുക പേപ്പറിന്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ 4 പാളികളുള്ള ഒരു പേപ്പറിൻ്റെ ഭാഗമായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ വക്കിനെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു നടുക്കൂടിയുള്ള വരയില്ല, ആ വരയിലേക്ക് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മടക്കുമ്പം പുറകിലൊരു ത്രികോണാകൃതിയിലുള്ള ഭാഗം ഉണ്ടാവും. നമ്മൾ ഇതിനോട് ഈ ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗത്ത് മടക്ക് വരാം, ആ ഭാഗം മടങ്ങാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വക്കിനെ നമ്മൾ ഇങ്ങോട്ട് മടക്കും. ഇങ്ങോട്ട് ഞങ്ങൾ മടക്കുമ്പോഴത്തേക്കും ഇപ്പം ഇങ്ങനെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ ആ ത്രികോണം കൂടെ മടങ്ങിപ്പോകും. അപ്പോൾ അതിനെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടക്ക് അമർത്തുന്നതിന് മുമ്പ് ഈ ത്രികോണത്തെ ജസ്റ്റ് ഇങ്ങനെ പൊക്കി വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ എടുത്ത് അവിടെ ഒരു പാടുണ്ടാക്കുക. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു പാടുണ്ടാക്കുക. അതിനുശേഷം വീണ്ടും ഇത് പഴയപടി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ 2 മടക്ക് പാടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വശവും കഴിഞ്ഞ പ്രാവശ്യം മടക്കിയതുപോലെ തന്നെ വീണ്ടും ഒന്നുകൊണ്ട് മടക്കുക. അപ്പം നമുക്ക് ഇവിടെയും ഓരോ മടക്കുപാട് കിട്ടും. അതിനുവേണ്ടിയാണ്. അപ്പം ഇതിനെ ഈ വക്കിനെ എടുക്കുക. ഈ വക്കിനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് മടക്കുന്നു. അപ്പം ഈ ത്രികോണാകൃതിയിലുള്ള ഭാഗം മടങ്ങാതിരിക്കാൻ വേണ്ടി അതിനെ നമ്മളിങ്ങനെ പതുക്കി ഒന്ന് ഉയർത്തി വിടുന്നു. അതുപോലെ ഈ ഭാഗത്തെ നമ്മളെടുത്തിട്ട് നേരെ മധ്യത്തിലേക്ക് മടക്കുന്നു. ഈ ഭാഗം പതുക്കെ ഇങ്ങനെ ഉയർത്തി വിടുന്നു. അപ്പം നമുക്ക് ഇത്രയും കിട്ടി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 മൂലകളുണ്ട്. നോക്കുവാണെങ്കിൽ ഞാൻ ഉയർത്തി കാണിക്കാം. നോക്കുവാണെങ്കിൽ ഈ ആകൃതിക്കകത്ത് ഇപ്പം 1 2 3 4 ഇങ്ങനെ 4 മൂലകളുണ്ട്. ഈ 4 മൂലകൾ ഓരോ ഇങ്ങനെ ത്രികോണ ആകൃതിയിലുള്ള ഭാഗവും നമുക്ക് കാണാം അല്ലേ. ഇനി ഇവിടെ വെച്ചിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പം ചെയ്യേണ്ടത് ഈ ഓരോ ത്രികോണവും നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് മടക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കും ഈ ഒരു ത്രികോണം ഉണ്ടല്ലോ, ഈ ഒരു ത്രികോണത്തിൻ്റെ അടിയിലേക്കായിരിക്കണം നമ്മുടെ മടക്ക് വരുന്നത്. അതായത് ഇതിന് മുകളിലേക്കാണ്. അപ്പോൾ അതിന് ഈ ത്രികോണം അല്പം പൊക്കിയതിന് ശേഷം ഇതിങ്ങനെ മടക്കുക. ഈ ത്രികോണത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മടക്കുന്നു. എന്നിട്ട് ഇതിനകത്തോക്കി കയറ്റി വെക്കുന്നു, ഈ ത്രികോണത്തിനകത്തേക്ക്. അതുപോലെ ഇതിനെ ഈ ത്രികോണം അല്പം പൊക്കി കഴിഞ്ഞിട്ട് വെക്കണം. അപ്പോൾ അത് മടക്കിയത് നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇരിക്കുന്ന പേപ്പർ ഉണ്ടാകുന്നത്. ഇനി ചെയ്യേണ്ടത് സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഭാഗമുണ്ട്, അതായത് കയ്യിലോട്ട് എടുത്ത് കാണിക്കാം ഉണ്ടല്ലോ. ഇതിനെ പതുക്കെ നമ്മളിങ്ങനെ വിടർത്തി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒരു ഷേപ്പിൽ വരും. ചക്രവർത്തിമാർ ഉപയോഗിക്കുന്ന ഒരു
കിരീടത്തിൻ്റെ ആകൃതിയിൽ വരും. എന്നിട്ട് ഇതിങ്ങനെ എല്ലാ 4 മൂലയും ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിരിക്കും. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ തലയിലൊന്ന് വെച്ചിട്ട് കണ്ണാടിയിലേക്ക് പോയി നോക്കുക. ഉണ്ടോ? നല്ല മനോഹരമായിട്ടുള്ള ഒരു കിരീടം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കിടക്കാം. എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? എന്താണ് നിങ്ങളുടെ മനോഭാവം, അല്ലേ? അപ്പം അതിനു മുമ്പ് നിങ്ങളോടൊരു ചോദ്യം. ആരാ സാധാരണ തലയിൽ കിരീടം ധരിക്കുക? ചക്രവർത്തിമാര്, രാജാക്കന്മാരല്ലേ? അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഇതിനു മുമ്പൊരു മാണിക്കച്ചപ്പിൻ്റെ എപ്പിസോഡിൽ നമ്മൾ എന്തോന്നാ ഭിക്ഷാടനത്തെ അല്ലെങ്കിൽ ഭിക്ഷ യാചിക്കുന്ന ആളുകളുടെ മനോഭാവത്തെ പറ്റി പറഞ്ഞല്ലേ? പിന്നെ നമ്മൾ ഈ കിരീടം ധരിക്കുന്ന ആളുകളുടെ മനോഭാവത്തെ പറ്റി ചിന്തിച്ചാൽ ചക്രവർത്തിമാരുടെ മനോഭാവം എങ്ങനെയിരിക്കും? നല്ല ചക്രവർത്തിമാർ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി ആളുകളുടെ. അവരുടെയൊക്കെ ചിന്ത എങ്ങനെയായിരിക്കും? എങ്ങനെ എൻ്റെ പ്രജകൾ അല്ലെങ്കിൽ എന്നെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരെ കൂടുതൽ ഉന്നതത്തിലേക്ക് നയിക്കാം, എങ്ങനെ അവർക്ക് എന്തൊക്കെയാണ് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ എന്തൊക്കെ രീതിയിലാണ് അവരെ സഹായിക്കേണ്ടത്. അവർക്ക് റോഡിൻ്റെ ആവശ്യമുണ്ടോ, അവർക്ക് വീടിൻ്റെ ആവശ്യമുണ്ടോ, അവർക്ക് കിണറിൻ്റെ ആവശ്യമുണ്ടോ, അല്ലേ? ഈ ഒരു രീതിയിലായിരിക്കും ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു നല്ല ചക്രവർത്തി എപ്പോഴും ചിന്തിക്കുക. മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിമാരുടെ ചിന്ത എപ്പോഴും എന്തിലായിരിക്കും? എനിക്കെന്ത് കൊടുക്കാൻ പറ്റും, അങ്ങനെയല്ലേ? അപ്പം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം കിട്ടുന്നത്, നമുക്ക് കിട്ടുമ്പോഴല്ല. നമ്മൾ ശരിയായിട്ട് നമ്മൾ കൊടുക്കാൻ പഠിക്കുമ്പോൾ, അതുകൊണ്ടാണ് ചക്രവർത്തിമാർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കാരണം കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരാൾക്ക് ഒരു കാര്യം ചെയ്യുകയാണ്, നമുക്കത് ചെയ്യാനായിട്ടുള്ള കഴിവിനെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമേ ഉണ്ടാകുന്നു. പക്ഷെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ നീണ്ടു നിൽക്കുന്ന സന്തോഷമാണ്. എനിക്കെന്ത് കൊടുക്കാൻ പറ്റും, എനിക്ക് ഏറ്റവും നന്നായിട്ട് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുക, ഈ ഒരു രീതിയിൽ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ കണ്ടെത്തും. നിങ്ങളെല്ലാവരും വിജയങ്ങൾ കരസ്ഥമാക്കും. യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആളുകളും നൽകാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. അവരുടെ കഴിവുകൾ പുറത്തേക്ക് നൽകാനായിട്ട് കിട്ടുന്നതിലും കൂടുതൽ ശ്രദ്ധ അവർക്ക് നൽകുന്നതിലാണ്. നൽകുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്, കിട്ടുമ്പോഴല്ല. കിട്ടുമ്പോൾ നമ്മൾ നിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് സാധനങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മളിൽ എന്താണ് പറയുന്നത്? വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ് ഒരു രീതിയിൽ പറഞ്ഞത്. അപ്പം ശൂന്യതയിലേക്ക് എന്താ സംഭവിക്കുന്നത്? കൂടുതൽ കാര്യങ്ങൾ വരും. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുവാണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ കിട്ടാൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് സ്നേഹം കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ സ്നേഹം കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമുള്ളത് അത് കുറച്ചങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് അറിവ് കിട്ടാൻ ആഗ്രഹമുണ്ടോ? അറിവ് കൊടുക്കുക. വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? അപ്പോൾ നമ്മളെല്ലാം പറയും എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് യാതൊരു അറിവുമില്ല. ശരിയാണ്, ഇതെല്ലാം ശരിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ളത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ലേ? കുറച്ച് സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ലേ? അതിൽ നിന്ന് തുടങ്ങും. നിങ്ങൾക്ക് പണമില്ല, ആയിക്കോട്ടെ, ഉള്ള പണത്തിൽ നിന്നൊരു സ്വല്പം വേറൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കൂ. ഒന്നും അല്ലെങ്കിൽ നല്ലൊരു ചിന്ത ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ല, അവന് നന്മ ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? നിങ്ങൾ പറയാം മറ്റുള്ളവർ ആരും എന്നെ പറ്റി നന്നായിട്ട് ചിന്തിക്കുന്നില്ല. ശരിയാണ്, നമുക്കെന്നാൽ മറ്റുള്ളവരെ പറ്റി നന്മ ചിന്തിക്കാൻ പറ്റില്ലേ? അങ്ങനെ തുടങ്ങും. അപ്പം നമ്മുടെ ഇന്നത്തെ ചിന്ത ഈ ആക്ടിവിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തിനായിരിക്കണം? നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അതിലായിരിക്കണം. അപ്പം നമ്മളെല്ലാം കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ചക്രവർത്തിമാരായിട്ട് മാറുകയാണ്. എല്ലാവരും ചക്രവർത്തിമാരായിട്ട് മാറുമ്പോൾ ഭൂമി ഒരു സ്വർഗമായിട്ട് മാറും. അപ്പം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാക്കുക എന്നതാണ്, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം, ഇന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങാം. അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ടത് ഒരു ചക്രവർത്തിയായിട്ട് ജീവിക്കാനാണ്. ചക്രവർത്തിയായിട്ട് ജീവിക്കുക എന്നാൽ കൊടുക്കലാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ആക്ടിവിറ്റിയും ചിന്താവിഷയവും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു ചിന്താവിഷയവും പുതിയൊരു ആക്ടിവിറ്റിയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിലമതിക്കാനാവാത്തതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്.
പിൻകോഡ് 673528. ഇനി നമുക്ക് പഠിക്കാം, പ്രാർത്ഥിക്കാം, വിശ്രമിക്കാം. ബൈ ബൈ.